രാഹുൽ കാട്ടിയ ഊളത്തരം. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം തുടങ്ങിയ ഈ മാസം 20-ാം തീയതി രാജ്യം ഉറ്റുനോക്കുകയായിരുന്നു ഒരു കാര്യത്തിൽ. എന്താണത്? പാർലമെന്റിൽ അയോധ്യ സംഭാവനക്കുള്ള ചർച്ചയാകുമോ എന്നുള്ളതായിരുന്നു രാജ്യം ഉറ്റുനോക്കിയത്. എന്നാൽ ഒന്നും സംഭവിച്ചില്ല. എന്താണ് അയോധ്യയിൽ സംഭവിച്ചത്? അയോധ്യ രാമക്ഷേത്രം എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ. BJP അടക്കം രാജ്യത്തെ ലക്ഷക്കണക്കിന് വരുന്ന രാമഭക്തരുടെ വികാരമാണ്. അതിലൊക്കെ അപ്പുറത്തേക്ക് 1985 ശേഷം വെറും 2 സീറ്റിൽ ഒതുങ്ങിയിരുന്ന BJPയെ ഇന്ന് കാണുന്ന നിലയിലേക്ക് വളർത്തിയത് രാമജന്മഭൂമി പ്രക്ഷോഭമായിരുന്നു. BJPയുടെ അടിത്തറ എന്ന് പറയുന്നത് രാമക്ഷേത്രമാണ്. ആ ഒരു പ്രക്ഷോഭത്തിലൂടെയാണ് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യയിൽ വേരുറപ്പിച്ചതും അധികാരത്തിലേക്ക് എത്തിയതും. അവിടെ BJP പരാജയപ്പെട്ടിരിക്കുന്നു. എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്? സാധാരണക്കാരനായ BJPയും രാമഭക്തരും രാമക്ഷേത്രത്തിൽ നൽകിയിരിക്കുന്ന കോടിക്കണക്കിന് രൂപ അവിടുത്തെ ട്രസ്റ്റ് ഉടമകളടക്കമുള്ളവർ അടിച്ചു മാറ്റിയിരിക്കുന്നു. ചമ്പൽ റായ് അടക്കമുള്ളവർ രാജിവെച്ചിരിക്കുന്നു. BHPയുടെ നേതാവും അയോധ്യ ക്ഷേത്രത്തിന്റെ ജനറൽ സെക്രട്ടറിയുമാണ് ചമ്പത് റായ്. ചമ്പത് റായ് എന്തുകൊണ്ട് രാജിവെച്ചു? കോടിക്കണക്കിന് രൂപയുടെ ഭക്തജനങ്ങൾ സംഭാവന നൽകിയ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയതിന്റെ പേരിലാണ് VHP നേതാവായിട്ടുള്ള ചമ്പത് റായ്, BJPയുടെ വിശ്വസ്തനായിട്ടുള്ള ചമ്പത് റായ്, RSSന്റെ വിശ്വസ്തനായിട്ടുള്ള ചമ്പത് റായ് രാജിവെക്കേണ്ടി വന്നത്. അത്തരം വലിയൊരു സംഭാവനക്കുള്ള BJPയുടെ രാഷ്ട്രീയ ആയുധമായിട്ടുള്ള രാമക്ഷേത്രത്തിൽ നടന്നപ്പോൾ അതിനെ ഉപയോഗിച്ചുകൊണ്ട് പാർലമെന്റിൽ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അടിത്തറ തന്നെ, അവരുടെ ആശയ അടിത്തറയെ തന്നെ ഇളക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ കോൺഗ്രസിന് അതിന് തയ്യാറായില്ല. കോൺഗ്രസിലെ മുതിർന്ന നേതാവായിട്ടുള്ള ജയറാം രമേശ് 20-ാം തീയതിക്ക് മുൻപ് പറഞ്ഞു, നമുക്ക് പാർലമെന്റിൽ ഉയർത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് അയോധ്യ സംഭാവനക്കുള്ള. കാരണം അത് അടിക്കുന്നത് BJPയുടെ മർമ്മത്തിലാണ്. അത്തരമൊരു അടിയേൽക്കുന്നത് രാമക്ഷേത്രത്തിലെ കൊള്ളയുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ ആ വിഷയം ഉയർത്തിയാൽ അത് ഉപയോഗിച്ചുകൊണ്ട് BJPയെ അവരുടെ ആശയ അടിത്തറയെ തന്നെ നമുക്ക് ഇളക്കാൻ കഴിയുമെന്ന് പറഞ്ഞത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായിട്ടുള്ള ജയറാം രമേശാണ്. മാത്രമല്ല, അരവിന്ദ് കെജ്രിവാൾ ഉയർത്തിവിട്ട വിമർശനം, രാമജന്മഭൂമിയുമായി ബന്ധപ്പെട്ട് BJPക്ക് നാണമുണ്ടോ ജനങ്ങളുടെ മുന്നിൽ തലയുയർത്തി നിൽക്കാൻ എന്നുള്ള വലിയ വിമർശനമാണ് അരവിന്ദ് കെജ്രിവാൾ ഉയർത്തിവിട്ടത്. അങ്ങനെ കോൺഗ്രസിനകത്ത്, കോൺഗ്രസിന് പുറത്ത്, ഇന്ത്യ സഖ്യത്തിൽ ഈ ഒരു വിഷയം പ്രധാനമായും പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ ഉന്നയിക്കണമെന്നായിരുന്നു പ്രധാനമായും അവർ അജണ്ടയായി നിശ്ചയിച്ചത്. എന്നാൽ രാഹുൽ ഗാന്ധി അടക്കമുള്ളവരുടെ മണ്ടത്തരം കാരണം ഈ ഒരു വിഷയം പാർലമെന്റിൽ ഉന്നയിക്കാതെ അവർ പാറ്റ പാർട്ടിയിലേക്ക് പോയി. ആകെ 10-20 പേരായിട്ട് അഭിജിത് ദീപ്കെ എന്ന് പറയുന്ന അമേരിക്കയിൽ നിന്ന് പറന്നെത്തിയ ഏതോ ഒരു പയ്യന്റെ പുറകിൽ 10-20 പേർ ഒരു മാസമായി അവിടെ ജന്തർ മന്ദറിൽ നിരാഹാരം കിടക്കുകയായിരുന്നു. രാജ്യം തിരിഞ്ഞു നോക്കിയിരുന്നില്ല അവരെ. ഒരു മാസമായിട്ട് അവരെ തിരിഞ്ഞു നോക്കിയില്ല. പക്ഷേ അവർ ഈ പാർലമെന്റ് കൂടുന്ന ഈ 20-ാം തീയതി പാർലമെന്റിലേക്ക് ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുകയുണ്ടായി. ആ പ്രതിഷേധ മാർച്ച് ഒരു 10-20 പേരടങ്ങുന്ന ആ പ്രതിഷേധ മാർച്ച് എങ്ങും മാധ്യമ ശ്രദ്ധ കിട്ടാതെ അവിടെ തന്നെ അവസാനിക്കുമായിരുന്നു. പക്ഷേ രാഹുൽ ഗാന്ധി ആ ഒരു സമരത്തെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് ഈ അയോധ്യ രാമക്ഷേത്ര കൊള്ള എന്ന് പറയുന്ന അവർ പ്രധാനമായും ജയറാം രമേശ് അടക്കമുള്ളവർ പറഞ്ഞ ആ ഒരു അജണ്ട നടപ്പിലാക്കാതെ ഈ ഒരു സമരത്തെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് ആ BJPക്കെതിരായി കിട്ടിയ ഏറ്റവും വലിയ ആയുധത്തെ തന്നെ നിർജീവമാക്കി കളഞ്ഞു രാഹുൽ ഗാന്ധിയുടെ ഇടപെടൽ. രാഹുൽ ഗാന്ധിക്ക് ആരാണ് ഇങ്ങനെ ഒരു ഇടപെടലിന് ബുദ്ധി ഉപദേശിച്ചു കൊടുത്തത്? അദ്ദേഹത്തിന്റെ മണ്ടൻ ബുദ്ധിയാണോ, അതോ മല്ലികാർജുന ഖാർഗെ പോലുള്ളവരുടെ മണ്ടൻ ബുദ്ധിയാണോ? ഈ പറയുന്ന അഭിജിത് ദീപ്കെ പോലുള്ള യാതൊരു ലക്ഷ്യവുമില്ലാതെ സമരം ചെയ്യുന്ന ഇവരുടെ ഈ ഒരു സമരത്തെ ഹൈജാക്ക് ചെയ്യണം എന്ന് ആരാണ് രാഹുൽ ഗാന്ധിയോട് പറഞ്ഞു കൊടുത്തത്? ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മണ്ടൻ ബുദ്ധിയായിരിക്കാം. അതല്ല എങ്കിൽ BJP ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഡീലാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം BJP 2029 തെരഞ്ഞെടുപ്പിൽ വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആയുധം എന്ന് പറയുന്നത് അവരുടെ രാമക്ഷേത്ര ഭൂമി, രാമക്ഷേത്രം ഞങ്ങൾ വാക്കുപാലിച്ചിരിക്കുന്നു, ഞങ്ങളിതാ രാമക്ഷേത്രം പണിതിരിക്കുന്നു, ഇനി ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം കാശി മധുരയാണ്, കാശി മധുര ബാക്കി ഹേ
എന്നായിരുന്നല്ലോ അവിടുത്തെ രാമജന്മഭൂമി പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് VHP അടക്കമുള്ളവർ, BJP അടക്കമുള്ളവർ, ബജ്രംഗ് ദൾ അടക്കമുള്ളവർ ഉയർത്തിയ മുദ്രാവാക്യം. അതേ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഹിന്ദു വികാരത്തെ ഉയർത്തിക്കൊണ്ട് 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP അങ്ങനെ കത്തിക്കയറാൻ നിൽക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി അവർക്കേറ്റ ഈ ഒരു കൊള്ള. രാമക്ഷേത്രത്തിലെ പാവപ്പെട്ട ഭക്തർ നൽകിയിട്ടുള്ള 7 കോടിയിലധികം രൂപയുടെ പ്രാഥമികമായിട്ടുള്ള കണക്കാണ്. 7 കോടിയിലധികം രൂപയുടെ കാണിക്ക ഇവർ അടിച്ചു മാറ്റിയിരിക്കുന്നു. കള്ളനെ കാവലേൽപ്പിച്ചതുപോലെ, വേലി തന്നെ വിളവ് തിന്നുന്നത് പോലെ BJP ബന്ധമുള്ളവർ ഇതാ അയോധ്യയിലെ ഭക്തരുടെ, പാവപ്പെട്ട ഭക്തരുടെ ആ ഒരു അർച്ചന, ആ ഒരു സംഭാവന അത് അടിച്ചു മാറ്റിയിരിക്കുന്നു. 7 കോടിയിൽ ഒതുങ്ങുന്നില്ല ഇത്. സ്വർണ്ണക്കട്ടികൾ എത്ര അടിച്ചു മാറ്റിയെന്നറിയില്ല. വെള്ളിക്കട്ടി, കോടിക്കണക്കിന് രൂപയുടെ വെള്ളിക്കട്ടികളാണ് സംഭാവനയായി ലഭിച്ചത്. അതൊന്നും അവിടെ കാണാനില്ല. ആകെ 180 ദിവസത്തെ CCTV ദൃശ്യങ്ങളാണ് അവിടെ പകർത്തേണ്ടത് എന്നായിരുന്നു അവിടുത്തെ നിർദ്ദേശം, രാമക്ഷേത്രത്തിലെ നിർദ്ദേശം. 180 ദിവസം അവിടുത്തെ സംഭാവന എണ്ണുന്നത് 180 ദിവസം CCTV ക്യാമറയിൽ ഉണ്ടാകണമെന്നായിരുന്നു ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട തീരുമാനം. എന്നാൽ ആ തീരുമാനം ആരാണെന്ന് ഇപ്പോഴും അറിയില്ല. ആ 180 ദിവസത്തെ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ ഇല്ല. മറിച്ച് 45 ദിവസത്തെ CCTV ദൃശ്യങ്ങൾ മാത്രമേ ഉള്ളൂ. ആ ക്ഷേത്രത്തിൽ നിന്ന് 200 മീറ്റർ മാറിയാണ് ഈ പറയുന്ന സംഭാവന എണ്ണുന്ന കേന്ദ്രം. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കോടിക്കണക്കിന് രൂപയുടെ നോട്ടുകൾ ഈ പറയുന്ന എണ്ണലുകാർ എടുത്ത് മടിയിൽ വെക്കുന്നു, എടുത്ത് പോക്കറ്റിൽ വെക്കുന്നു. 2 ലക്ഷം രൂപ എവിടെ നിന്നാണ് കിട്ടിയത്? ആ 200 മീറ്റർ മാറിയുള്ള സംഭാവന എണ്ണുന്ന ആ മന്ദിരത്തോട് ചേർന്നുള്ള മൂത്രപ്പുരയിൽ നിന്നാണ് 2.5 ലക്ഷം രൂപ SIT കണ്ടെടുത്തിരിക്കുന്നത്. UP സർക്കാർ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയമിച്ചിരിക്കുകയാണ്. പക്ഷേ ഇവിടെ രാഷ്ട്രീയ ആയുധമാക്കി BJPയെ അടിക്കാൻ പറ്റിയ ഏറ്റവും വലിയ അടിയാണ് കോൺഗ്രസിന് കിട്ടിയത്. ഏറ്റവും വലിയ അടിക്കാനുള്ള വടിയാണ് അവർക്ക് കിട്ടിയത്. പക്ഷേ രാഹുൽ ഗാന്ധി പോയത് എവിടേക്കാണ്? പാറ്റക്കാരുടെ പുറകേക്കാണ്. പാറ്റക്കാർക്ക് എന്താണ് ആവശ്യം? പാറ്റക്കാർക്ക് വേണ്ടത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിയാണ്. അത് നടക്കുമോ എന്നുള്ള കാര്യം കണ്ടറിയേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഒരു ലക്ഷ്യവുമില്ലാത്ത ഒരു സമരത്തിലേക്ക് എടുത്തു ചാടിക്കൊണ്ട് രാഹുൽ ഗാന്ധി BJPയെ വളരെ സുരക്ഷിതമാക്കി നിർത്തിയിരിക്കുന്നു. പാർലമെന്റ് കത്തേണ്ടതാണ്. അയോധ്യ സംഭാവന കൊള്ളയുമായി ബന്ധപ്പെട്ട് മോദി അടക്കം മുൾമുനയിൽ നിർത്തേണ്ടതാണ്. കാരണം അദ്ദേഹമാണല്ലോ രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് നേരിട്ട് പോയി പൂജ ചെയ്ത ഇന്ത്യയിലെ ഏക പ്രധാനമന്ത്രി. അങ്ങനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട്. ആ ക്ഷേത്രവുമായി നടക്കുന്ന ഏതൊരു അഴിമതിക്കും, ഏതൊരു നല്ല കാര്യത്തിനും, ഏതൊരു ചീത്തക്കാര്യത്തിനും ധാർമ്മികമായി ഉത്തരവാദിത്വമുള്ളയാളാണ് നരേന്ദ്രമോദി. അദ്ദേഹം നേരിട്ടാണ് അവിടെ പോയി പൂജ നടത്തിയത്. അത്തരത്തിൽ മോദിയെ പോലുള്ള ഒരാളെ പൂട്ടാൻ കിട്ടിയ ഏറ്റവും വലിയ സന്ദർഭമാണ് രാഹുൽ ഗാന്ധിയും കൂട്ടരും കളഞ്ഞു കുളിച്ചിരിക്കുന്നത്. ഏറ്റവും വലിയ രാഷ്ട്രീയ ആയുധമാണ് കളഞ്ഞു കുളിച്ചിരിക്കുന്നത്. ഇതോടുകൂടി BJP സുരക്ഷിതമായിരിക്കുകയാണ്. അവർക്ക് പാർലമെന്റിൽ അയോധ്യ സംഭാവന കൊള്ളയുമായി ബന്ധപ്പെട്ട് വിശദീകരണം നൽകേണ്ടി വരുന്നില്ല. അവർക്ക് അതിൻ്റെ പേരിൽ കോൺഗ്രസ് പ്രതിപക്ഷവുമായി യുദ്ധം ചെയ്യേണ്ടി വരുന്നില്ല, വാക്പോര് ഉണ്ടാകേണ്ടി വരുന്നില്ല. അവർ വളരെ സേഫാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം അവിടെ നേരിട്ട് പോയി പൂജ നടത്തിയ ആളാണ് നരേന്ദ്രമോദി. അദ്ദേഹം അടക്കം ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ പൂർണ്ണ സുരക്ഷിതനായിരിക്കുന്നു. മാധ്യമങ്ങളുടെ ശ്രദ്ധ മുഴുവൻ എവിടേക്കാണ് പോയിരിക്കുന്നത്? പാറ്റ പാർട്ടിയിലേക്കാണ് പോയിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയും പെങ്ങളും അവിടെ കിടന്ന് ഷോ കാണിക്കുന്നു. ഈ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി ഏത് സമയത്തും രാജ്യമിടും. അതുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് ആകെ ആവശ്യം ജൻസിയുടെ മുന്നിൽ നിറഞ്ഞാടുക എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ഏറ്റവും വലിയ വിഷയമായി ഉയർന്നു വന്നിരിക്കുന്നത് ഈ ജൻസിയുടെ വിഷയമാണല്ലോ. അത് അഭിജിത് ദീപ്കയെ അടങ്ങുന്ന 10-12 പേരിൽ മാത്രം ഒതുങ്ങേണ്ടുന്ന ചെറിയൊരു സമരമായിരുന്നു. അതിനെ ഇത്രയും വഷളാക്കി ഇന്ത്യയിലെ മാധ്യമ ശ്രദ്ധ മുഴുവൻ അവിടേക്ക് കൊണ്ടുചെന്നെത്തിച്ചത് രാഹുൽ ഗാന്ധി ആയിരുന്നു. ഈ മാധ്യമ ശ്രദ്ധ ഇവിടേക്കാണ് വരേണ്ടിയിരുന്നത്. യഥാർത്ഥത്തിൽ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ മാധ്യമങ്ങളെല്ലാം നിറഞ്ഞു നിൽക്കേണ്ടിയിരുന്നത്. ആ വിഷയമായിരുന്നു മാധ്യമങ്ങൾ ഏറ്റെടുക്കേണ്ടിയിരുന്നത്. ആ വിഷയമായിരുന്നു രാഹുൽ ഗാന്ധി അടക്കമുള്ള ഇന്ത്യ സഖ്യം പാർലമെന്റിൽ ഉന്നയിക്കേണ്ടിയിരുന്നത്. എന്നാൽ അതിൽ നിന്നൊക്കെ വിട്ടുമാറി BJPയെ സുരക്ഷിതമാക്കിക്കൊണ്ട് രാഹുൽ ഗാന്ധി എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. ഈ പാർലമെന്റ് സമ്മേളനം കഴിയുമ്പോൾ ഈ കാട്ടിക്കൂട്ടലൊക്കെ കഴിഞ്ഞ്
നായയുടെ പാട്ടിന് പോകും, നാട് വിട്ടുപോകും, പിന്നെപ്പം വരുമെന്ന് ആർക്കറിയാം. അതേസമയം ഇവിടെ BJP സന്തോഷിക്കുകയാണ്. അവർക്ക് യാതൊരു തരത്തിലെ പോറലും ഈ ക്ഷേത്ര ട്രസ്റ്റുമായി ബന്ധപ്പെട്ട അഴിമതിയുമായി ബന്ധപ്പെട്ട സംഭാവന കൊള്ളയുമായി ബന്ധപ്പെട്ട ഒന്നിനും തന്നെ BJPക്ക് പാർലമെന്റിൽ കമ എന്നുള്ള ഒരു അക്ഷരം മിണ്ടേണ്ടി വരുന്നില്ല എന്നുള്ളതാണ് BJPക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ രാഷ്ട്രീയ വിജയം. അത് ഒരുക്കി കൊടുത്തതാകട്ടെ രാഹുൽ ഗാന്ധിയും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.